സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നോ പണ്ടത്തെ പ്രഹസനങ്ങൾ? ഫാമിലി ബ്ലോഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ചാനലാണ് പ്രവീൺ പ്രണവ് എന്ന സഹോദരങ്ങളുടെ യൂട്യൂബ് ചാനൽ. എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു അവരുടേത്. എന്നാൽ 4 മാസം മുമ്പ് കേരള യൂട്യൂബ് ഫാമിലികളിൽ ഉണ്ടായിട്ടുള്ളതിൽ തന്നെ ഏറ്റവും വലിയ വഴക്ക് എന്ന് തന്നെ വേണം പറയാൻ. പ്രവീണും തൻ്റെ കുടുംബവുമായി ഉണ്ടായ വഴക്കിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഇടയ്ക്ക് പ്രവീൺ തൻ്റെ ചാനലിൽ ഒരു Q&A വീഡിയോ ഇട്ടിരുന്നു. അതിൽ ധാരാളം ക്വസ്റ്റ്യനാണ് അവരുടെ ഫാമിലി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ചില ചോദ്യങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിക്കുമ്പോൾ പ്രവീൺ ആൻഡ് ഫാമിലിയെ വിളിക്കുമോ? അവൻ വിളിച്ചില്ലെങ്കിൽ വരുമെന്നല്ലേ പറഞ്ഞ? വിളിക്കാമെന്ന് ഇരിക്കത്തില്ല. കല്യാണത്തിനൊക്കെ എല്ലാവരും വേണ്ടേ? പിന്നെ പെണ്ണ് കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ ആദ്യം. തൻ്റെ കല്യാണത്തിന് പ്രവീണിനെയും ഫാമിലിയെയും വിളിക്കുമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെ ഒരു മറുപടിയാണ് നിസ്സാരമായി പ്രണവ് നൽകിയത്. എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് അടുത്തത്. ഈ പ്രകടനങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത് കാശുണ്ടാക്കാനായിരുന്നുവെന്ന് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന തെളിവ് ഉൾപ്പെടെ കൊച്ചു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നോ പണ്ടത്തെ പ്രഹസനങ്ങൾ? ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും, ഞാൻ ഒരു പ്രശ്നം പറയട്ടെ, എൻ്റെ ആ ഒരു വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും അതിന് 10ൻ്റെ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ ഞാൻ സൈഡിൽ വെക്കാം. അത് ഇനി ആര് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കത്തില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ അത് എത്രത്തോളം കണ്ടന്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്ത് കണ്ടന്റ് ആക്കി പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാമായിരുന്നു. ആദ്യമൊക്കെ ഇതൊരു സാധാരണ രീതിയിലുള്ള വഴക്കായിരുന്നു എന്ന് തോന്നിയിരുന്നെങ്കിലും പിന്നീടാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർ പുറത്തുവിടുന്നത്. അതൊരു വലിയ രീതിയിലുള്ള ഒരു വഴക്കായിരുന്നു. അത് വളരെയധികം വൈറലാകുകയും ചെയ്തിരുന്നു. എല്ലാവർക്കും ഇതൊരു സ്ക്രിപ്റ്റായിട്ടൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അതൊരു യഥാർത്ഥ സംഭവമായിരുന്നുവെന്നും മനസ്സിലാക്കുകയുണ്ടായി. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ അച്ഛനും മക്കളുമൊക്കെയാണ്, ഇവർ ഒന്നാകുമെന്ന് ഏറെക്കുറെ ആളുകൾക്കെങ്കിലും അറിയാമായിരുന്നു. അന്ന് പ്രവീണിനെ സപ്പോർട്ട് ചെയ്തും പ്രണവിനെ സപ്പോർട്ട് ചെയ്തും ആളുകളുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അച്ഛനും അമ്മയും കൊച്ചുവും പ്രണവും ഭാര്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രണവ് ഒരു ഫോർച്യൂണർ കാർ എടുക്കുകയും അതുമായി അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് എല്ലാവരും അവർ ഒത്തുതീർപ്പായ കാര്യം അറിയുന്നത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ന്യൂസുകൾക്കായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക.